പ്രിയപ്പെട്ട കുട്ടികളെ, കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നോക്കൂ കേട്ടോ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഡിഫൈൻ എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, ഗിവ് എക്സാമ്പിൾ ഫോർ ഈച്ച്. എന്താ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ, അത് എക്സ്റ്റെൻസീവ്. ഇൻറ്റൻസീവ് എന്നുള്ള പേരിലുണ്ട് ഇൻറ്റൻസീവ്, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ അല്ലേ. ടെമ്പറേച്ചർ, പ്രഷർ ഇൻറ്റൻസീവ് ആണ്, മാസ്, വോള്യൊക്കെ എന്താണ്, എക്സ്റ്റെൻസീവ് ആണ്. അത്ര പോരെ അതിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഏതാണത്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഇതല്ലേ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഇറ്റ് ഈസ് ദി എൻതാൽപ്പി ചേഞ്ച് വെൻ 1 mole ഓഫ് ദി സബ്സ്റ്റൻസ് ഈസ് കോമ്പൗണ്ട് ഈസ് ഫോംഡ് ഫ്രം ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ് വെൻ ഓൾ ദ സബ്സ്റ്റൻസസ് ആർ ഇൻ ദെയർ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. അതിനാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഓക്കെ, ദെൻ ഇനി അടുത്തത്, റൈറ്റ് ദ കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ for a process to be spontaneous whose delta H and delta S values are positive. Delta H and delta S പോസിറ്റീവ് ആണ്. ഇനി ടെമ്പറേച്ചർ കണ്ടീഷൻ പറയാനാണ്. എന്തിനാണ്? ദെൻ സ്പോണ്ടേനിയസ് ആവാൻ. ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആവണം. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ് നമ്മൾ പഠിച്ചത്. ഇത് പോസിറ്റീവാണ്, ഇത് പോസിറ്റീവാണ്. അപ്പോൾ ഇത് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ നോക്കൂ, ഡെൽറ്റ എച്ച് 100 ആണെങ്കിൽ ടെമ്പറേച്ചർ നമ്മൾ പോസിറ്റീവ് സംഖ്യയേ ഉള്ളൂ കെൽവിൻ സ്കെയിലിൽ. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് -150 വരികയാണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും, മൈനസ് ആയിരിക്കും, സ്പോണ്ടേനിയസ്. പക്ഷെ 50 ആണ് വരുന്നതെങ്കിൽ അത് സ്പോണ്ടേനിയസ് അല്ല. അപ്പോൾ സ്പോണ്ടേനിയസ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ടി ഡെൽറ്റ എസ് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ എച്ച്, അതായത് ഹൈ ടെമ്പറേച്ചറിലായിരിക്കണം. മനസ്സിലായില്ലേ അത്? അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എസ്. ഇതല്ലേ കണ്ടീഷന്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. In a process 701 joule of heat is absorbed by a system and 394 joule of work is done by the system. The change in internal energy for the process is. എന്താ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി? ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ്. ക്യൂ എത്രയാണ്? 701 ജൂൾ ഓഫ് ഹീറ്റ് ഈസ് അബ്സോർബ്ഡ്. അപ്പോൾ 701 ജൂള് അത് പോസിറ്റീവാണ്, ഹീറ്റ് അബ്സോർബ് ചെയ്തു. ഇനി വർക്ക് 394 ജൂൾ ഓഫ് വർക്ക് ഈസ് ഡൺ ബൈ ദി സിസ്റ്റം. അപ്പോൾ എന്താണത്? മൈനസ് ആണ് 394. മനസ്സിലായില്ല എന്താണ്, എന്തുകൊണ്ടാണ് മൈനസ് ആവുന്നത്? ദെൻ ഇത് വർക്ക് ഈസ് ഡൺ ബൈ ദി സിസ്റ്റം ആണ്. അപ്പോൾ ഡബ്ല്യു എന്താണ്? നെഗറ്റീവാണ് എടുക്കുന്നത്. ഇത് രണ്ടും കൂടി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? ഓക്കെ, ഇത് രണ്ട് അല്ലെങ്കിൽ 701 മൈനസ് 394 ഒന്ന് ചെയ്ത് നോക്ക്, എത്ര കിട്ടുക നിങ്ങൾക്ക് വാല്യൂ ഒന്ന് പറ. 307 എന്നല്ലേ കിട്ടുക? ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ. 307 ജൂൾ എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് മീഥെയിൻ CO2 H2O at 298 Kelvin are -74.81, -393.5 and -285.8 kilojoule per mole respectively. Calculate standard enthalpy of reaction. ഏതാണ് enthalpy of reaction? ഏതിൻ്റെ ആണ്? CH4 ഗ്യാസ് പ്ലസ് 2O2 ഗ്യാസ് ഗിവിങ് CO2 ഗ്യാസ് പ്ലസ് 2H2O ദെൻ ഗ്യാസ്. ഇതാണ് അവർ തന്നിട്ടുള്ളത്. ഇവിടെ തന്നത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഏതൊക്കെ തന്നിട്ടുള്ളത്? മീഥെയിൻ ഉണ്ട്, CO2 ഉണ്ട്, H2O ലിക്വിഡ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ ഈ ഇക്വേഷനിൽ ലിക്വിഡ് നോക്കാം. ലിക്വിഡ് അതായിരിക്കും തന്നത്. ഓക്കെ, ദെൻ അന്നേരം നമുക്ക് ഇതിനെന്താ കാണേണ്ടത്? എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ആണ്. ദെൻ ഡെൽറ്റ H0 R ഈക്വൽ. ഇവരുടെയൊക്കെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നതാണെങ്കിൽ സിഗ്മ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ് മൈനസ് സിഗ്മ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻ്റ്. ഇതാണ് നമ്മളെ ഇക്വേഷന്. അപ്പോൾ സിഗ്മ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റിൽ ഏതൊക്കെയുള്ളത്? ഡെൽറ്റ H0 ഫോർമേഷൻ ഓഫ് CO2 ഉണ്ട് പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ H0 ഫോർമേഷൻ ഓഫ് H2O ഉണ്ട് മൈനസ്. ഇനി റിയാക്റ്റൻസിൽ ഡെൽറ്റ H0 ഫോർമേഷൻ ഓഫ് മീഥെയിൻ ഉണ്ട് പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ H0 ഫോർമേഷൻ ഓഫ് O2 ഉണ്ട്. ഇവിടെ ഓരോന്നിൻ്റെ വാല്യൂം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എത്ര പറഞ്ഞിട്ടുള്ളത്? -393.5 കിലോ ജൂൾ പ്ലസ് എത്രയാണ് വാട്ടറിൻ്റെ എത്ര തന്നത്? -285.2 ഇൻറ്റു -285.8 മൈനസ്. ഇനി മീഥെയിൻ്റെ
എത്ര മീഥൈൻ്റെ വാല്യൂ എത്ര വന്നത് -74.81 പ്ലസ് ഈ വാല്യൂ എത്രയാണ് 0. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഫ്രീ എലമെന്റ്സ് 0 ആയിട്ട് എടുക്കുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, ആൻസർ കിട്ടും കൃത്യമായിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് എ സ്പോണ്ടേനിയസ് പ്രോസസ്? എന്താ സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? ദ പ്രോസസ് വിച്ച് ടേക്സ് പ്ലേസ് ബൈ ഇറ്റ്സെൽഫ് വിത്തൗട്ട് ദി ഹെൽപ്പ് ഓഫ് എക്സ്റ്റേണൽ ഏജൻസി, അതാണ് സ്പോണ്ടേനിയസ് പ്രോസസ്. ഇനി ഫോർ ദ റിയാക്ഷൻ 4Fe + 3O2 ഗിവിംഗ് 2Fe2O3, എൻട്രോപ്പി ചേഞ്ച് എന്ന് -549.4, ടെമ്പറേച്ചർ 298 Kelvin. In spite of negative entropy change, why this reaction is spontaneous? Given delta H0 തന്നിട്ടുണ്ട്. അപ്പോൾ ഡെൽറ്റ എസും ഡെൽറ്റ എച്ചും തന്നാൽ നമുക്ക് ഡെൽറ്റ ജി കണ്ടു നോക്കാം. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. എത്രയാണ് ഇവിടുത്തെ ഡെൽറ്റ എച്ച്? എത്രയാണ്? -1648 കിലോ ജൂൾ ആണ്. ഞാൻ കിലോ ജൂളിനെ 10⁻³ ജൂളാക്കി മാറ്റും. എന്താണെന്ന് ഞാൻ പറയാം, കാരണം മൈനസ് ടെമ്പറേച്ചർ 298 Kelvin, 298 ഇൻറ്റു ഡെൽറ്റ എസ് എത്രയാണ്? ഡെൽറ്റ എസ് -549.4 ജൂൾ ആണ് തന്നിട്ട്, ജൂൾ പെർ കെൽവിനാണ് തന്നത്. ഇത് ജൂൾ ആയതുകൊണ്ടാണ് ഇതിനെ ജൂളിലേക്ക് മാറ്റിയത്. നിങ്ങളിനി ചെയ്യുമ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഈ വാല്യൂ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുമ്പോൾ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുക. ചെയ്ത് നോക്കിട്ടോ, നിങ്ങൾ ചെയ്താൽ പോരെ. അങ്ങനെ നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയി, അത്രയേ ഉള്ളൂ. ഈ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവാൻ കാരണം ഡെൽറ്റ ജി നെഗറ്റീവ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ സ്പോണ്ടേനിയസ് പ്രോസസ്? Then give the criteria for spontaneity in terms of delta G for a process taking place at constant temperature and pressure. എന്താ spontaneous process? നേരത്തെ പറഞ്ഞു, process which takes place by itself without the help of an external agency. എന്തായുള്ള കണ്ടീഷൻ എന്താ? ഡെൽറ്റ ജി നെഗറ്റീവ് ആയാൽ മതി. ശരിയല്ലേ അത്? അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. എൻതാൽപ്പി ചേഞ്ച് ഇൻ എ റിയാക്ഷൻ ഈസ് സെയിം വെദർ ദ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ എ സിംഗിൾ ഓർ സെവറൽ സ്റ്റെപ്പ്. ഇനി കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഫ്രം ദി ഫോളോയിങ്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഫ്രം ദി ഫോളോയിങ്. ഇനി ചോദ്യം, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഏതാണ് ക്വസ്റ്റ്യനിൽ വന്നത്? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് മെത്തനോളാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. മെത്തനോൾ ദെൻ തന്നിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. അപ്പോൾ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കിയേക്ക്. മെത്തനോളിൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഏതാ മെത്തനോൾ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? CS3OH. ഇത് ലിക്വിഡ്. ദെൻ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ കാർബൺ ഗ്രാഫൈറ്റ് പ്ലസ് 2H2 ഗ്യാസ് പ്ലസ് ½ O2 ഗ്യാസ്. ഇതാണ് ഡെൽറ്റ എച്ച്. ദെൻ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഇതാണ് കണ്ടെത്തേണ്ടത്. പക്ഷെ തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? CH3OH ദെൻ ഓക്കെ ലിക്വിഡ് പ്ലസ് 3/2 O2 ഗ്യാസ് ഗിവ്സ് CO ഗ്യാസ് പ്ലസ് 2H2O ലിക്വിഡ്. ദെൻ ഡെൽറ്റ H0 ഈക്വൽ ടു ഈ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഡെൽറ്റ H0 -726 കിലോ ജൂൾ പെർ മോൾ. ദെൻ ഓക്കെ രണ്ടാമത്തെ ഇക്വേഷൻ കാർബൺ ഗ്രാഫൈറ്റ് പ്ലസ് O2 ഗിവിങ് CO2 ഗ്യാസ്. ഡെൽറ്റ H0 ഈക്വൽ ടു -393.5 കിലോ ജൂൾ. പിന്നെ തന്നത് H2 പ്ലസ് ½ O2 ഗിവിങ് H2O. ഡെൽറ്റ H0 ഈക്വൽ ടു -286 കിലോ ജൂൾ പെർ മോൾ. ഇതിൽ നിന്ന് ഈ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് മെത്തനോൾ കണ്ടെത്തണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇത് ഇക്വേഷൻ 1, ഇക്വേഷൻ 2, ഇക്വേഷൻ 3. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ മെത്തനോൾ എന്നുള്ളത് ഇത് മൂന്നും സോൾവ് ചെയ്താൽ അത് കിട്ടും. ഈ മെത്തനോൾ ഇവിടെ റിയാക്റ്റൻ്റ് ആണ്, പക്ഷെ ഇവിടെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷന് തല തിരിച്ചിടണം. റിവേഴ്സിങ് ഇക്വേഷൻ 1. അപ്പോൾ എന്താ നിങ്ങൾക്ക് കിട്ടുക? CO2 ഗ്യാസ് ആയിരിക്കുന്ന CO2 ഗ്യാസ് പ്ലസ് 2H2O ലിക്വിഡ് ഗിവ്സ് CH3OH ദെൻ ഓക്കെ ലിക്വിഡ് പ്ലസ് 3/2 O2. അപ്പോൾ ഡെൽറ്റ H0 ഈക്വൽ ടു പ്ലസ് 726 കിലോ ജൂൾ പെർ മോൾ എന്ന് കിട്ടും. ഇനി അടുത്തത് ഇവിടെ 2H2 എന്നുണ്ട് അല്ലെ, കാർബൺ ഗ്രാഫൈറ്റ് അതേപോലെ ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ 2 ഒന്നും ചെയ്യണ്ട, ഇതിന് ഇക്വേഷൻ 4 എന്ന് കൊടുത്തു ഞാൻ. ഇനി ഇവിടെ 2H2 എന്നുണ്ട്, അപ്പോൾ ഇവിടെ ഒരു H2 ഉള്ളൂ. അപ്പോൾ ഇക്വേഷൻ 3 × 2 ചെയ്യണം. അപ്പോൾ ചെയ്യുമ്പോൾ 2H2 പ്ലസ് O2 ഗിവിങ് 2H2O. ഡെൽറ്റ H is equal to 2 × -286. ഇതിന് ഇക്വേഷൻ 5 എന്ന് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ദെൻ ഓക്കെ ഈ ഇക്വേഷൻസ് ആഡ് ചെയ്യുക. ഏതൊക്കെ ഇക്വേഷനാണ്? ദെൻ രണ്ടാമത്തെ ഇക്വേഷൻ അതേപോലെ പ്ലസ് പിന്നെ ആഡ് ചെയ്യേണ്ടത് 2H2 ഉള്ള ഇക്വേഷൻ അതേതാണ്? അഞ്ചാമത്തെ ഇക്വേഷൻ പ്ലസ് പിന്നെ ഏതാണ്? ദെൻ ഇവിടെ മെത്തനോൾ ഇങ്ങോട്ട് വരുന്ന ഇക്വേഷൻ അത് നമ്മൾ 4. ഈ ഇക്വേഷൻസ് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ
അതിന് ഡെൽറ്റ എച്ചും കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ ആയിരിക്കും കിട്ടുക. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതേ ആൻസർ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ എങ്ങനെ ഉണ്ടാവുക? 2 ഏതാണ്? സി ഗ്രാഫൈറ്റ് പ്ലസ് O2 പ്ലസ് ദെൻ ഇനി ഫിഫ്ത്ത് ഇക്വേഷൻ ഇതല്ലേ ഉള്ളത്, 2H2 പ്ലസ് O2 പ്ലസ് ഇനി ഫോർത്ത് ഇക്വേഷൻ ഏതാണ്? CO പ്ലസ് 2H2O, CO ഗ്യാസ് CO2 പ്ലസ് CO2 അല്ലേ വേണ്ട, CO2 പ്ലസ് 2H2O ഗീവ്സ്. ഇനി ദെൻ 2ൽ ഏതാണ്ടായിരുന്നു? CO2 ആണ് ഉണ്ടായിരുന്നത് പ്ലസ് പിന്നെ ഇവിടെ ഫിഫ്ത്തിൽ ഏതാണ്ടായിരുന്നു? 2H2O പ്ലസ് ഇനി ഇവിടെ CS3OH പ്ലസ് 3/2O2 ഇതേപോലെ ഡെൽറ്റ എച്ചും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൽ നോക്കിയേക്ക് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? ദെൻ ഇവിടെ 2H2 ഉണ്ട്, ഇവിടുത്തെ 2H2O, CO2 കട്ട് ചെയ്ത് പോയി. പിന്നെ ഇപ്പോൾ ഇവിടെ ഉള്ളത് ദെൻ എത്ര ഓക്സിജൻ ഉണ്ട്? ഇവിടെ 4 ഓക്സിജൻ അല്ല 2H2 പ്ലസ് 2O2 ഉണ്ട്. ദെൻ ഇവിടെ എത്രയുള്ള 3/2O2 ഉണ്ട്. ദെൻ ഇതിനെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ -3/2 ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2O2 അല്ല, അപ്പോൾ 4/2O2 എന്ന് എഴുതാം. അപ്പോൾ 1/2O2 ആയിട്ട് മാറും ഇവിടെ. ബാക്കി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ആൻസർ ദെൻ ഇക്വേഷൻ തന്നെ ആയിരിക്കും സി ഗ്രാഫൈറ്റ് പ്ലസ് 2H2 പ്ലസ് ഹാഫ് O2 ഗിവിംഗ് ഈ ഇക്വേഷൻ കിട്ടും. അതിന് ഡെൽറ്റ എച്ച് വാല്യൂ അതേപോലെ ചെയ്താൽ ആൻസർ കിട്ടും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേക്ക് കേട്ടോ. ഓക്കെ, ചെയ്യാൻ പറ്റും അത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആൻഡ് പാത്ത് ഫംഗ്ഷൻ ആൻഡ് ഗിവ് എൻ എക്സാമ്പിൾ ഫോർ ഈച്ച്. എന്താ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം ആൻഡ് നോട്ട് ഓൺ പാത്ത് ഫോളോഡ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? എനർജി, ഇന്റേണൽ എനർജി കൊടുക്കാൻ പറ്റും, ടെമ്പറേച്ചർ, പ്രഷർ ഒക്കെ പറയാം. പക്ഷേ പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത് ഫോളോഡ്. അതിന് ഏതൊക്കെ എക്സാമ്പിൾ ഏതാ കൊടുക്കുക? പിന്നെ ഏതൊക്കെയായിരുന്നു? വർക്കും ഹീറ്റും രണ്ടെണ്ണം നമ്മൾ കൊടുത്ത എക്സാമ്പിൾ. ഇനി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് ഡെൽറ്റ യു ഈക്വൽ ടു Q പ്ലസ് W. How can this equation be expressed for an isothermal reversible change? Isothermal reversible change ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറഞ്ഞിരുന്നത്? isothermal reversible ആണെങ്കിൽ ഡെൽറ്റ യു ഈക്വൽ ടു 0 ഓർ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു Q പ്ലസ് W ആയിരുന്നു നമ്മൾ പറഞ്ഞത്. ഇത് 0 ആണെങ്കിൽ Q is equal to -W, that is equal to 2.303 nRT log V2 by V1. ഇങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞിരുന്നത്? V final മൈനസ് V initial. ഓക്കെ, V final by V initial. ഇതല്ലേ ഇക്വേഷൻ പറഞ്ഞിരുന്നത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇതല്ല ഇതന്നെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഈ ഇക്വേഷൻ അത് അല്ലെങ്കിൽ ഇതുവരെ എഴുതിയാലും മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്തത് എ പ്രോസസ് ക്യാരിഡ് ഔട്ട് അറ്റ് കോൺസ്റ്റന്റ് വോള്യൂം. അറ്റ് കോൺസ്റ്റന്റ് വോള്യൂം ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻ ഒന്നും കൂടി ഡെൽറ്റ യു ഈക്വൽ ടു Q മൈനസ് P ഡെൽറ്റ വി. അറ്റ് കോൺസ്റ്റന്റ് വോള്യൂം ആണെങ്കിൽ ഡെൽറ്റ വി 0 ആണ്. സോ ഡെൽറ്റ യു ഈക്വൽ ടു QV. ഹീറ്റ് ചേഞ്ച് അറ്റ് കോൺസ്റ്റന്റ് വോള്യൂം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. ഈ കാര്യങ്ങൾ എഴുതാനാണ് അവിടെ പറയുന്നത്. ഇനി അടുത്ത് then enthalpies of formation of some compounds are given below. CO, CO2, N2O, N2O4. എന്നിട്ട് N2O4 plus 3CO giving N2O plus 3CO2. അതിൻ്റെ എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്? enthalpy of reaction കാണണം. ഏതാണ്? N2O4 plus 3CO gives N2O plus 3CO2. ഇതിനെങ്ങനെ കാണാം? ഡെൽറ്റ H0 റിയാക്ഷൻ ഈക്വൽ ടു സിഗ്മ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ് മൈനസ് സിഗ്മ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടൻ. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നുകൊണ്ട് 3 into ഡെൽറ്റ H0 ഫോർമേഷൻ ഓഫ് CO2 പ്ലസ് ഡെൽറ്റ H0 ഫോർമേഷൻ ഓഫ് N2O മൈനസ് ഇനിയും ഡെൽറ്റ H0 ഫോർമേഷൻ ഓഫ് N2O N2O4 അല്ല N2O4 പ്ലസ് 3 into ഡെൽറ്റ H0 ഫോർമേഷൻ ഓഫ് CO. ഇത് ചെയ്താൽ ആൻസർ കിട്ടും. അപ്പോൾ നിങ്ങളെ വാല്യൂസ് ഒക്കെ അവിടെ ഉണ്ട്, നിങ്ങൾ ചെയ്തേക്കത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. What is mean by entropy of a system? What happens to the entropy during the following changes? എന്താ entropy എന്ന് പറഞ്ഞാൽ എന്താ? It is the measure of disorder of a system. ഇനി a gas condenses into liquid. ഗ്യാസ് കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് ആകുമ്പോൾ എൻട്രോപ്പി കുറയും, ഡെൽറ്റ എസ് നെഗറ്റീവ്. കാൽസ്യം കാർബണേറ്റിന്റെ റിയാക്ഷന് CaCO3 സോളിഡ് ഗീവ് CaO സോളിഡ് പ്ലസ് CO2 ഗ്യാസ്. ഇവിടെ എൻട്രോപ്പിക്ക് എന്താ സംഭവിക്കുക? ഗ്യാസ് മോളിക്യൂളിന്റെ എണ്ണം കൂടി, സോ എൻട്രോപ്പി ഇൻക്രീസസ്. ഓക്കെ, അടുത്തത് റൈറ്റ് ദ തെർമോകെമിക്കൽ ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു ദി സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ബെൻസീൻ. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ബെൻസീൻ 49 kJ per mole എന്ന് എഴുതിയിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ബെൻസീൻ ആണ് എഴുതാൻ പറഞ്ഞത്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ബെൻസീൻ അല്ല, ബെൻസീൻ എന്ന് പറഞ്ഞാൽ C6H6 ലിക്വിഡ്. ഇത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എവിടുന്നാണ് ഉണ്ടാവുക? കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് 6 കാർബൺ ഗ്രാഫൈറ്റ് പ്ലസ് 3H2 ഗ്യാസ്
ഡെൽറ്റ എച്ച് H0 ഫോർമേഷൻ ഈക്വൽ ടു എത്ര വാല്യൂ എത്ര തന്നത്? വാല്യൂ ഒന്ന് 49 + 49 കിലോ ജൂൾ പെർ മോൾ. കഴിഞ്ഞു. ഇത് എഴുതുന്നതിനാണ് ആ തെർമോ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബുദ്ധിമുട്ടില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ദ റിയാക്ഷൻ ഓഫ് സയനമൈഡ് NH2Cn വിത്ത് ഡൈഓക്സിജൻ വാസ് ക്യാരിഡ് ഔട്ട് ഇൻ എ ബോംബ് കലോറിമീറ്റർ. ഡെൽറ്റ യു വാസ് ഫൗണ്ട് ടു ബി -742.7 കിലോ ജൂൾ പെർ മോൾ. കാൽക്കുലേറ്റ് ദി എൻതാൽപ്പി ചേഞ്ച് ഫോർ ദ റിയാക്ഷൻ അറ്റ് 298 കെൽവിൻ. ഇതാണ് ചോദ്യം. എൻതാൽപ്പി ചേഞ്ച് കാണണം. ഡെൽറ്റ യു തന്നു, ഇനി എൻതാൽപ്പി ചേഞ്ച് കാണണം. എങ്ങനെ കാണാം? നമ്മൾ ആ ഇക്വേഷന് നിങ്ങൾ നോക്കൂട്ടോ, ആ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിക്കും നിങ്ങൾ. ഏതാ ഇക്വേഷൻ? NH2Cn ഗ്യാസ് പ്ലസ് 3/2 O2 ഗ്യാസ് ഗിവ്സ് N2 ഗ്യാസ് പ്ലസ് CO2 ഗ്യാസ് പ്ലസ് H2O ലിക്വിഡ്. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. ഡെൽറ്റ യു തന്നു, ഡെൽറ്റ എൻ എങ്ങനെ കാണാം? ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ഗേഷ്യസ് മോളിക്യൂൾ ആണ്. ഇവിടെ ഗേഷ്യസ് മോളിക്യൂൾ 2 എണ്ണം പ്രോഡക്റ്റിൽ, മൈനസ് റിയാക്റ്റൻസിൽ എത്ര ഉണ്ട്? 1 പിന്നെ 3/2. അപ്പോൾ എത്ര ഉണ്ടാവുക? 5/2 ശരിയല്ലേ? 5/2 എന്നല്ലേ കിട്ടുക? 1 3/2. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇതിന് 4/2 എന്ന് എഴുതാം. അപ്പോൾ എത്ര ഉണ്ടാവുക? -1/2. ഇതാണ് ഡെൽറ്റ എൻ. എന്നിട്ട് ഡെൽറ്റ എൻ കൊടുക്കുക. ആറിൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാം. ടെമ്പറേച്ചർ നിങ്ങൾ കൊടുക്കുക. ടെമ്പറേച്ചർ എത്ര അവർ തന്ന ഇക്വേഷനിലെ ടെമ്പറേച്ചർ 298 കെൽവിൻ ആണ്. ആറിൻ്റെ വാല്യൂ 8.314. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. നിങ്ങൾ ചെയ്താൽ പോരെ അത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് SS ലോ. എന്താ SS ലോ? എന്താ പറയുന്നത്? എൻതാൽപ്പി ചേഞ്ച് ഇൻ എ റിയാക്ഷൻ ഈസ് സെയിം വെദർ ദ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ എ സിംഗിൾ ഓർ സെവറൽ സ്റ്റെപ്പ്. ഇനി കാൽക്കുലേറ്റ് ഡെൽറ്റ H0 വെൻ ഡയമണ്ട് ഈസ് ഫോംഡ് ഫ്രം ഗ്രാഫൈറ്റ്. ഡയമണ്ട് ഈസ് ഫോംഡ് ഫ്രം കാർബൺ ഡയമണ്ട്. ദെൻ ഓക്കെ, എവിടെ നിന്നാണ്? കാർബൺ ഗ്രാഫൈറ്റ് എന്ന്. ഇതിൻ്റെ എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ H0 കാണണം. ഇതാണ് കാണേണ്ടത്. തന്നിട്ടുള്ളത് C diamond plus O2 then okay gives CO2 delta H0 equal to -395 combustion. ഇനി C graphite plus O2 delta H0 equal to combustion equal to -393.5 കിലോ ജൂൾ പെർ മോൾ. ഇനി നമുക്ക് കാണേണ്ടത് C diamond then okay C graphite gives C diamond ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 ഇത് പ്രോഡക്റ്റ് സൈഡിലാണ്. അപ്പോൾ ഒന്നെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ ഒന്നാമത്തെ മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷനെ റിവേഴ്സ് ചെയ്യുക. റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ CO2 ഗിവ്സ് C ഡയമണ്ട് പ്ലസ് O2 ഡെൽറ്റ H0 കമ്പസ്റ്റൺ ഈക്വൽ ടു -395 കിലോ ജൂൾ പെർ മോൾ. ഇതിന് ഇക്വേഷൻ 3 എന്ന് കിട്ടും. ഇനി ഇക്വേഷൻ 2 + 3 ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ എന്താ കിട്ടുക? C ഗ്രാഫൈറ്റ് പ്ലസ് O2 പ്ലസ് CO2 ഗ്യാസ് ഗിവ്സ് CO2 പ്ലസ് C ഡയമണ്ട് ദെൻ പ്ലസ് O2 ഡെൽറ്റ H ഈക്വൽ ടു ദെൻ -393.5. ഇതിന് പ്ലസ് ആവുമല്ലോ, തല തിരിഞ്ഞാൽ പ്ലസ് ആവുമല്ലോ, +395 ദെൻ. ഇനി അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? CO2 ദെൻ O2 ഒക്കെ ഇവിടുന്ന് കട്ട് ചെയ്ത് പോയി. സോ കാർബൺ ഗ്രാഫൈറ്റ് ഗിവ്സ് കാർബൺ ഡയമണ്ട്. ആൻസർ അവിടുന്ന് കിട്ടും 1.5 + 1.5 എന്ന് കിട്ടും. ഓക്കെ, ശരിയല്ലേ അത്? അടുത്ത ക്വസ്റ്റ്യൻ. അൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഈസ് ഡെൻസിറ്റി, പ്രഷർ, ടെമ്പറേച്ചർ, മാസ്. ഇതിൽ ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏത് മാത്രമേ ഉള്ളൂ? മാസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സം മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ആർ ഗിവൺ ബിലോ. ഹെൽപ്പ് റീന ടു ക്ലാസിഫൈ ദം ഇൻ ടു 2 ഗ്രൂപ്പ്സ് അണ്ടർ സ്യൂട്ടബിൾ ടൈറ്റിൽസ്. ഹീറ്റ് കപ്പാസിറ്റി, ദെൻ എൻട്രോപ്പി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സർഫസ് ടെൻഷൻ. ഇതിൽ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ദെൻ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് എ സിസ്റ്റം ബൈ 1 ഡിഗ്രി. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണെങ്കിൽ ഇൻറ്റൻസീവ് ആവും, കാരണം ദെൻ ഓക്കെ യൂണിറ്റ് മാസ് എന്ന് പറയുന്നുണ്ട് അതിൽ. അപ്പോൾ നമുക്ക് ഹീറ്റ് കപ്പാസിറ്റിയെ നമുക്ക് ഏതിൽ ഉൾപ്പെടുത്താൻ പറ്റും? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയിൽ. എൻട്രോപ്പി അതാണ്, എക്സ്റ്റെൻസീവ് ആണ്. പക്ഷേ ഇതിനടുത്തത് വേറെ എന്തൊക്കെയുള്ള? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സർഫസ് ടെൻഷനൊക്കെ ഇൻറ്റൻസീവ് ആണ്. ഓക്കെ, അടുത്ത് ഫോർ എ റിയാക്ഷൻ 2A + B ഗിവിംഗ് 2D. ഡെൽറ്റ യു തന്നിട്ടുണ്ട്, ഡെൽറ്റ എസ് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ഡെൽറ്റ ജി കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ ഡെൽറ്റ ജി കാൽക്കുലേറ്റ് ചെയ്യുക? ഡെൽറ്റ G0 ഈക്വൽ ടു ഡെൽറ്റ H മൈനസ് T ഡെൽറ്റ എസ്. ദെൻ ഇതെല്ലാം അവിടെ ഇക്വേഷൻ. ഡെൽറ്റ H എത്ര അവർ തന്നിട്ടുണ്ട്? ഇല്ല, തന്നിട്ടില്ല. ഡെൽറ്റ H തന്നത്, ഡെൽറ്റ എസ് തന്നിട്ടുണ്ട്. ഡെൽറ്റ യു ആണ് തന്നത്, ഡെൽറ്റ യു. ഈ ഡെൽറ്റ യു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാം? ഡെൽറ്റ H ഇത് തന്നതുകൊണ്ട് ഡെൽറ്റ H ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി.
അങ്ങനെയല്ല. അപ്പോൾ ഇവിടുന്ന് ഡെൽറ്റ യു തന്നിട്ട് ഡെൽറ്റ എൻ എത്രയെന്ന് അറിയണം. ഡെൽറ്റ എൻ ഏതാ ഇക്വേഷൻ ഏതാ? 2a ഗ്യാസ് പ്ലസ് ബി ഗ്യാസ് ഗിവിങ് എന്താ കിട്ടുക? 2d ഗ്യാസ്. അപ്പോൾ ഡെൽറ്റ എൻ ഈക്വൽ ടു ദെൻ 2 പ്രോഡക്റ്റ് 2 മോള് റിയാക്റ്റൻറ്റിൽ 3 2 - 3 -1. സോ ഡെൽറ്റ എച്ച് ഈക്വൽ ഡെൽറ്റ യു തന്ന വാല്യൂ -1 ആറിൻ്റെ വാല്യൂ 8.314, ടെമ്പറേച്ചർ 298 കെൽവിൻ. ഇല്ല അതല്ല എന്നത് സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ ടെമ്പറേച്ചർ 298 കെൽവിൻ. അപ്പോൾ ഡെൽറ്റ എച്ച് കാണാം. പിന്നെ ഡെൽറ്റ ജി കാണാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡെൽറ്റ ജി അല്ല ഡെൽറ്റ എച്ച് കിട്ടിയാൽ -t ഡെൽറ്റ എസ് അതുകൂടി ചെയ്താൽ ആൻസർ കിട്ടും. ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തേക്കത്. ചെയ്യുന്ന മെത്തേഡ് മനസ്സിലായല്ലോ, അത് മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കും. വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രോസസ് ടേക്കിംഗ് പ്ലേസ് വിത്ത് ഇൻക്രീസ് ഇൻ എൻട്രോപ്പി? എൻട്രോപ്പി കൂടുന്നത് ഏതിലാണുള്ളത്? ഫ്രീസിങ് ഓഫ് വാട്ടർ, വെള്ളം ഐസായിട്ട് മാറുമ്പോൾ എൻട്രോപ്പി കുറയാണ്. കണ്ടൻസേഷൻ ഓഫ് സ്റ്റീം, ഗ്യാസ് ലിക്വിഡ് ആവുകയാണ്, അപ്പോഴും എൻട്രോപ്പി കുറയാണ്. കൂളിംഗ് ഓഫ് ലിക്വിഡ്, എൻട്രോപ്പി കുറയാണ്. ഡിസൊല്യൂഷൻ ഓഫ് സൊല്യൂട്ട്, പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുമ്പോൾ എൻട്രോപ്പി കൂടുകയാണ്. ഓക്കെ. സ്റ്റേറ്റ് ആൻഡ് ഇല്ലസ്ട്രേറ്റ് SS ലോ പറഞ്ഞതാണ് നമ്മളത്. സ്റ്റേറ്റ് ആൻഡ് ഇല്ലസ്ട്രേറ്റ്. അപ്പോൾ ഇല്ലസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. നമ്മൾ AB ആയിട്ട് മാറുമ്പോൾ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഡെൽറ്റ. ദെൻ ഇനി AC ആയിട്ട് മാറുന്നു, CD ആയിട്ട് മാറുന്നു, ഇങ്ങനെ. ഇത് ഡെൽറ്റ H1, ഇത് ഡെൽറ്റ H2, ഇത് ഡെൽറ്റ H3 ആണെങ്കിൽ ദെൻ ഡെൽറ്റ HR is equal ഡെൽറ്റ H1 പ്ലസ് ഡെൽറ്റ H2 പ്ലസ് ഡെൽറ്റ H3. ഇതാണ് നമ്മൾ അതിൻ്റെ SS ലോയുടെ ഒരു ഇല്ലസ്ട്രേഷൻ ആയിട്ട് വേണമെങ്കിൽ പറയാം ഇതിന്. അടുത്ത ക്വസ്റ്റ്യൻ. എൻതാൽപ്പി ചേഞ്ച് ഇൻ എ പ്രോസസ് ഈസ് സെയിം വെദർ ദ പ്രോസസ് ടേക്സ് പ്ലേസ് വെദർ ദ പ്രോസസ് ക്യാരിഡ് ഇൻ എ സിംഗിൾ ഓർ സെവറൽ സ്റ്റെപ്പ്. ഐഡന്റിഫൈ ദ ലോ സ്റ്റേറ്റഡ് ഹിയർ. SS ലോ ആണ്. പിന്നെ കാൽക്കുലേറ്റ് ദി എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് മീഥെയ്ൻ ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. കാർബൺ C+O2 CO2, H2 + half O2 ഗിവിങ് H2O, CH4 + 2O2 ഗിവിങ്. ഇത് വെച്ചിട്ട് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് മീഥെയ്ൻ കണ്ടുപിടിക്കാനാണ്. വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് മീഥെയ്ൻ എന്ന് പറഞ്ഞാൽ കാർബൺ ഗ്രാഫൈറ്റ് പ്ലസ് 2H2 ഗ്യാസ് ഗിവിങ് CH4 ഗ്യാസ്. ദെൻ ഇതിന് ഡെൽറ്റ H ഈക്വൽ ടു ഇതാണ് കണ്ടുപിടിക്കുന്നത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. തന്ന ഡാറ്റാസ് എന്തൊക്കെയാണ്? C+O2 ഗിവിങ് CO2, ഡെൽറ്റ H ഈക്വൽ ടു -393.7 kJ/mol. ഇനി അടുത്ത രണ്ടാമത്, ഇത് ഒന്നാമത്തെ. രണ്ടാമത്തെ H2 + half O2 ഗിവിങ് H2O, ഡെൽറ്റ H ഈക്വൽ ടു -285.8. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ CH4 + 2O2 gives CO2 + 2H2O, ഡെൽറ്റ H ഈക്വൽ ടു -890.4 kJ. ഇത് മൂന്നും വെച്ചിട്ട് ഈ ഇക്വേഷൻ ഉണ്ടാക്കണം. എങ്ങനെ കാണാം? ഒന്നാമത്തെ ഇക്വേഷൻ അതേപോലെ തന്നെ അവിടെ വേണം. രണ്ടാമത്തെ 2H2 ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനെ നിങ്ങൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് ഞാൻ ഇക്വേഷൻ 4 എന്ന് കൊടുത്തു. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇനി ഈ CH4 അപ്പുറത്താണ്. അപ്പോൾ മൂന്നാമത്തെ ഇക്വേഷനെ റിവേഴ്സ് ചെയ്യുന്നു. റിവേഴ്സിങ് ഇക്വേഷൻ 3 അതിന് ഞാൻ 5 എന്ന് കൊടുത്തു. എന്നിട്ട് ഈ 1 ഉം 4 ഉം 5 കൂടി ആഡ് ചെയ്താൽ മതി. 1 + 4 + 5 നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഇക്വേഷൻ കിട്ടും. അതിൻ്റെ ഡെൽറ്റ Hഉം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഇൻ ടു അണ്ടർ അഡയബാറ്റിക് കണ്ടീഷൻ? ദെൻ ഇതിൽ പറ്റിയത് കുറേ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് അണ്ടർ അഡയബാറ്റിക് കണ്ടീഷൻ ഏതാ പറ്റുക എന്നുള്ളത്. ഇതിലിപ്പോൾ ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് അണ്ടർ അഡയബാറ്റിക് കണ്ടീഷൻ നോക്കാം. അതിലേതാ പറ്റുക എന്നുള്ളത്. ഇതിലേതാ പറ്റുക നോക്കും. ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് അണ്ടർ അഡയബാറ്റിക് കണ്ടീഷൻ ഇതിൽ പറ്റിയത് അഡയബാറ്റിക് ആണ്. അപ്പോൾ Q ഈക്വൽ ടു എന്തായിരിക്കും? 0 ആണ്. പിന്നെ ഇതിൽ ഫ്രീ എക്സ്പാൻഷനാണ്. അപ്പോൾ ഫ്രീ എക്സ്പാൻഷനാണ് ഈ W ഈക്വൽ ടു 0 ആയിരിക്കും. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ പഠിച്ചത് എന്താ? ഡെൽറ്റ U ഈക്വൽ ടു Q + W. Q 0 ആണ്, W 0 ആണ്. അപ്പോൾ ഡെൽറ്റ U എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് ഡെൽറ്റ Tയും 0 ആയിരിക്കും. അപ്പോൾ അതിൽ പറ്റിയ ആൻസർ Q 0, ഡെൽറ്റ T 0, W 0. ഓക്കെ. ഇനി അടുത്ത് ദി എൻതാൽപ്പി ചേഞ്ച് ഫോർ ദ റിയാക്ഷൻ N2 + 3H2 ഗിവിങ് 2NH3 തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഇൻറ്റേർണൽ എനർജി. ഡെൽറ്റ H തന്നിട്ട് ഡെൽറ്റ U ചോദിച്ചാണ്. അപ്പോൾ ഇക്വേഷൻ ഏതായിരുന്നു? N2 ഗ്യാസ് + 3H2 ഗ്യാസ് ഗിവിങ് 2NH3 ഗ്യാസ്. ഇതിന് ഡെൽറ്റ H തന്നിട്ട് ഡെൽറ്റ H തന്നു അല്ലേ? അതല്ലേ ഏതാ ചോദിച്ചത്? എൻതാൽപ്പി ചേഞ്ച് തന്നു. ഡെൽറ്റ U ആണ് നിങ്ങളോട് ചോദിച്ചത്. എന്താ റിലേഷൻ? എന്താ? ഡെൽറ്റ H ഈക്വൽ ടു ഡെൽറ്റ U + ഡെൽറ്റ N RT ആണ്.
ഡെൽറ്റ യു നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, ഡെൽറ്റ എച്ച് അറിയാം. ഡെൽറ്റ എൻ്റെ വാല്യൂ എത്രയാണ്? അതെങ്ങനെയാണ് കാണാം? ഗേഷ്യസ് പ്രോഡക്റ്റ് 2, റിയാക്റ്റൻസ് 4, അപ്പോൾ എത്ര കിട്ടുക? 2 - 4 -2. ഇനി ആറിൻ്റെ വില 8.314. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, എത്ര ടെമ്പറേച്ചർ? 298 കെൽവിൻ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ചെയ്ത് നോക്കത്. ഇനി ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻറ്റു ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. ഇൻറ്റേർണൽ എനർജി അതേതാണ്? എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും, എക്സ്റ്റൻസീവ്. ഡെൻസിറ്റി ആണ്, ഹീറ്റ് കപ്പാസിറ്റി എക്സ്റ്റൻസീവ് ആണ്, ടെമ്പറേച്ചർ ഇൻറ്റൻസീവ് ആണ്. ഇനിയും കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് ഫോർ ദി കൺവേർഷൻ ഓഫ് ഓക്സിജൻ ടു ഓസോൺ. ഇഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദ കൺവേർഷൻ ഈസ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഡെൽറ്റ ജി. ഡെൽറ്റ ജി കിട്ടണമെങ്കിൽ ഡെൽറ്റ ജി 0 = -2.303 nRT log Kc എന്നാണ്. അതിൽ ഒന്ന് നോക്കിയേക്ക്, ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ നോക്കിയേക്ക്. എന്തൊക്കെയാണ് ഇക്വേഷൻ? ശ്രദ്ധിക്കുക, -2.303 RT log Kc എന്നാണ്. RT log Kc ഓക്കെ, മാറിപ്പോയ 2.303. ആറിൻ്റെ വില 8.314. ടെമ്പറേച്ചർ എത്ര എടുക്കുക? 298 കെൽവിൻ. പിന്നെ അടുത്തതാണ് ലോഗ് Kc. ആ Kcയുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ലോഗ് Kc കണ്ടാൽ മതി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്തേക്കത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡെൽറ്റ ജി ഗിവ്സ് ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടേനിറ്റി ഓഫ് എ റിയാക്ഷൻ. ഹൗ ഡെൽറ്റ ജി ഹെൽപ്ഫുൾ ഇൻ പ്രെഡിക്റ്റിംഗ് സ്പോണ്ടേനിറ്റി ഓഫ് എ റിയാക്ഷൻ? ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ്, പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ്, =0 ആണെങ്കിൽ ഇക്വിലിബ്രിയം. അടുത്ത് സ്റ്റേറ്റ് SS ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. നമ്മൾ കുറേ പറഞ്ഞതാണത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ദി ഓക്സിഡേഷൻ ഓഫ് അയൺ എൻട്രോപ്പി ചേഞ്ച് തന്നിട്ടുണ്ട്. ഇൻസ്പൈറ്റ് ഓഫ് നെഗറ്റീവ് എൻട്രോപ്പി ചേഞ്ച് ബൈ ദിസ് റിയാക്ഷൻ ഈസ് സ്പോണ്ടേനിയസ്. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഡെൽറ്റ ജി കാണുക, ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും ടെമ്പറേച്ചറും തന്നതല്ല. ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിരിക്കും. അത്രയേ ഉള്ളൂ. ഇനി അടുത്ത് റൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്റ്റൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഗിവൺ എക്സാമ്പിൾ. ഒരുപാട് ചെയ്തില്ലേ നമ്മൾ. അടുത്ത് ദി എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഓഫ് മീഥെയിൻ, കാർബൺ, ഗ്രാഫൈറ്റ്, കാർബൺ, ഹൈഡ്രജൻ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് മീഥെയിൻ. ദെൻ നമ്മൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് മീഥെയിൻ ആണ് പറഞ്ഞത്. മീഥെയിൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ = എങ്ങനെ കാണാൻ പറ്റും? കാർബൺ ഗ്രാഫൈറ്റ്, എൻതാൽപ്പി ഓഫ് ഗ്രാഫൈറ്റ് +2H2. ഇതാണ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. തന്നത് എന്തൊക്കെയാണ്? എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഓഫ് കാർബൺ തന്നിട്ടുണ്ട്. C ഗ്രാഫൈറ്റ് +O2 ഗിവിങ് CO2. ഇതിൻ്റെ ഡെൽറ്റ H0 തന്നിട്ടുണ്ട്. ഇനി അടുത്ത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് H2 +12O2 ഗിവിങ് H2O ലിക്വിഡ്. ഇതും തന്നതാണ് ഒരു. പിന്നെ അടുത്ത് മീഥെയിൻ്റെ തന്നിട്ടുണ്ട്. CH4 ഗ്യാസ് +2O2 ഗ്യാസ് ഗിവിങ് CO2 ഗ്യാസ് +2H2O ലിക്വിഡ്. ഇതും അവർ തന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എങ്ങനെ ചെയ്യും? ഇത് 1, ഇത് 2, ഇത് 3. ഞാൻ ഐഡിയ പറയാം, നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഇവിടെ നോക്കൂ, ഇതിവിടെ അപ്പുറത്താണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മൂന്നാമത്തെ ഇക്വേഷനെ റിവേഴ്സ് ചെയ്യണം. റിവേഴ്സിങ്. അപ്പോൾ നാലാമത്തെ ഇക്വേഷൻ കിട്ടും. റിവേഴ്സ് ചെയ്യുമ്പോൾ ഡെൽറ്റ എച്ച് പോസിറ്റീവ്, നെഗറ്റീവ് പോസിറ്റീവ്. ഇത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 2 ചെയ്താൽ നമുക്ക് അടുത്ത അഞ്ചാമത്തെ ഇക്വേഷൻ കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? 1ഉം ഈ 4ഉം 5ഉം കൂടി ആഡ് ചെയ്താൽ മതി. 1 + 4 + 5 ചെയ്താൽ നിങ്ങൾക്ക് റിക്വയർഡ് ഇക്വേഷൻ ഇത് കിട്ടും. അപ്പോൾ അതിൻ്റെ ഡെൽറ്റ എച്ചും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ചെയ്ത് നോക്കിക്കോളൂലേ? അത് മനസ്സിലാവും കേട്ടോ. ഓക്കെ, മാച്ച് ദ ഫോളോയിങ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ. W = -W. W = ഡെൽറ്റ യു. എപ്പോഴാണ് ഡെൽറ്റ യു = Q + W നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ഡെൽറ്റ യു = Q + W. ഇപ്പോൾ Q 0 ആയിക്കഴിഞ്ഞാൽ ഡെൽറ്റ യു = എന്താ? W. ഇങ്ങനല്ലേ വരിക? അല്ലാതെ ഇപ്പോൾ ഇതാണ് അതിൽ ശരിക്കും W = ഡെൽറ്റ യു എന്ന് മതി, മൈനസ് വേണ്ട. അത് അഡിയാബാറ്റിക് പ്രോസസ്സാണ്. ഇനി ഡെൽറ്റ യു = 0 അതേതിനാണ്? ഐസോതെർമൽ പ്രോസസ്സിന് പറഞ്ഞിട്ടുണ്ട്. CP - CV. CP എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ദെൻ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, കോൺസ്റ്റന്റ് വോളിയം തമ്മിലുള്ള അതിൻ്റെ ഡിഫറൻസ്. അത് ശരിക്കും യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ഇനി അടുത്ത് QP എന്ന് പറഞ്ഞാൽ എന്താ? QP = ഡെൽറ്റ എച്ച്, ചേഞ്ച് ഇൻ എൻതാൽപ്പി. അപ്പോൾ നമ്മൾ ആൻസറുകളൊക്കെ ആയി. ഓക്കെ, നോക്കിയേക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഗിവ് ദ ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടേനിറ്റി ഓഫ് എ പ്രോസസ് ഇൻ ടേംസ് ഓഫ് ഫ്രീ എനർജി. പറഞ്ഞില്ലേ നമ്മളത്? Exothermic reaction associated with the decrease in entropy are spontaneous at lower temperature. Justify on the basis of equation. Exothermic reaction delta H negative, പിന്നെ then decrease in entropy അതും നെഗറ്റീവ് ആണ്. അപ്പോൾ ഡെൽറ്റ ജി = ഡെൽറ്റ എച്ച് - T ഡെൽറ്റ എസ്.
ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇതും നെഗറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആവണമെങ്കിൽ ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ ടി ഡെൽറ്റ എസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചർ ആയിരിക്കണം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ലെസ് ദാൻ ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ്. ഇതല്ലേ വരും എവിടെ നിന്ന് ചെയ്താൽ. അപ്പോൾ ലോ ടെമ്പറേച്ചർ ആയിരിക്കണം, ഇതാണ് കണ്ടീഷൻ. ഇനിയും from the temperature above reaction MgO plus C gives Mg plus CO becomes spontaneous at what temperature? Find the temperature. Delta H പോസിറ്റീവ് ആണ്, ഡെൽറ്റ എസും പോസിറ്റീവ് ആണ്. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ ടി ഡെൽറ്റ എസ് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ എച്ച്. അതാണ് നമ്മൾ പറഞ്ഞ കണ്ടീഷൻ. ഇതും പോസിറ്റീവ് ആണെങ്കിൽ ഓർ ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എസ് ഓർ ദാറ്റ് ഇസ് ഈക്വൽ ടു എത്ര ഡെൽറ്റ എച്ച് എത്ര പറഞ്ഞു? ഡെൽറ്റ എച്ച് 490 ഇൻറ്റു 10⁻3. ഡെൽറ്റ എസ് എത്രയാണ് പറഞ്ഞ് 198. അത് ജൂൾ ആയതുകൊണ്ടാണ് ഞാൻ മറ്റേ കിലോ ജൂളിനെ ജൂളിലേക്ക് മാറ്റിയത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും എത്രയെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷൻ എപ്പോഴാണ് പോസിബിൾ ആവുക? ഈ ടെമ്പറേച്ചർ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കിട്ടും, അതിൻ്റെ മുകളിൽ ഈ റിയാക്ഷൻ എന്തായിരിക്കും? ഫീസിബിൾ ആയിരിക്കും. അത്രേ വരുന്നുള്ളൂ. ഓക്കെ അല്ലേ? അത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കും. കൺസ്ട്രക്ട് ആൻ എൻതാൽപ്പി ഡയഗ്രാം ഫോർ ദി ഡിറ്റർമിനേഷൻ ഓഫ് ലാറ്റിസ് എൻതാൽപ്പി ഓഫ് സോഡിയം ക്ലോറൈഡ്. ലാറ്റിസ് എൻതാൽപ്പി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ദെൻ NaCl Na സോളിഡ് പ്ലസ് ഹാഫ് Cl2 ഗ്യാസ് ഗിവിങ് NaCl ഗ്യാസ് NaCl സോളിഡ്. ഇത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞു. പിന്നെ ഇതിനെ നമ്മൾ Na ദെൻ സോളിഡായിട്ട് ഗ്യാസ് ആക്കി മാറ്റി ദെൻ എന്തായിരുന്നത് സോളിഡിനെ ഗ്യാസ് ആക്കുന്ന സബ്ലിമേഷൻ. ഇനി അടുത്ത സ്റ്റെപ്പിൽ Na പ്ലസ് ഗ്യാസ് ആക്കി മാറ്റി ദെൻ അയണൈസേഷൻ എൻതാൽപ്പി. ദെൻ ഇനി ഇത് നമ്മൾ Cl ഗ്യാസ് ആക്കി ഹാഫ് ഇൻറ്റു ഡെൽറ്റ എച്ച് ഡിസോസിയേഷൻ. ഇനി ഇതിനെ Cl മൈനസ് ഗ്യാസ് ആക്കി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇത് രണ്ടും കൂടി കൂടിയിട്ട് ഇയാളാക്കി മാറ്റി ഡെൽറ്റ എച്ച് ലാറ്റിസ്. ശരിയല്ലേ? അത് SS ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഈക്വൽ ടു ദെൻ ഇതെന്തായിരുന്നു? സബ്ലിമേഷൻ എൻതാൽപ്പി പ്ലസ് എൻതാൽപ്പി ഓഫ് അയണൈസേഷൻ പ്ലസ് ദെൻ ഹാഫ് ഇൻറ്റു ഡിസോസിയേഷൻ എൻതാൽപ്പി പ്ലസ് ദെൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇതല്ലേ ഉള്ളത്. പിന്നെ പ്ലസ് ലാറ്റിസ് എൻതാൽപ്പി. ഇതൊക്കെ അറിയാമെങ്കിൽ ലാറ്റിസ് എൻതാൽപ്പി കാൽക്കുലേറ്റ് ചെയ്യാം. ഇതാണ് ബോൺ ഹേബർ സൈക്കിൾ. ക്ലിയർ ആണല്ലോ അത്? അടുത്ത ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ SS ലോ ഓഫ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് സമ്മേഷൻ പറഞ്ഞതാണത്. ഡ്രോ ദി എൻതാൽപ്പി ഡയഗ്രാം ഫോർ എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻ. എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ എക്സോതെർമിക് റിയാക്ഷൻ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആവണം. ഇതല്ലേ ഉള്ളത്. ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? എച്ച് പ്രോഡക്റ്റ് മൈനസ് എച്ച് റിയാക്റ്റൻറ്റ്. എക്സോതെർമിക്കിന് ഇവിടെ എൻതാൽപ്പിയാണ് എടുക്കുന്നത്, ഇവിടെ റിയാക്ഷൻ കോർഡിനേറ്റ് ഗ്രാഫിൽ റിയാക്ഷൻ കോർഡിനേറ്റ്. ഇനി ഇവിടെ റിയാക്റ്റൻസ് ആണ് എച്ച് റിയാക്റ്റൻറ്റ്, ഇത് പ്രോഡക്റ്റ് ആണ് എച്ച് പ്രോഡക്റ്റ്. ഇനി ഇത്രയാണ് ഡിഫറൻസ് ഡെൽറ്റ എച്ച് പ്രോഡക്റ്റ് മൈനസ് എച്ച് റിയാക്ഷൻ ഡെൽറ്റ എച്ച് നെഗറ്റീവ്. എൻഡോതെർമിക് ആണെങ്കിൽ പോസിറ്റീവ് ആണ് എൻഡോതെർമിക്. അപ്പോൾ ഗ്രാഫ് കിട്ടുക ഇവിടെ എച്ച് ആണ്, ഇവിടെ റിയാക്ഷൻ കോർഡിനേറ്റ്, ഇവിടെ റിയാക്റ്റൻറ്റ് എച്ച് റിയാക്റ്റൻറ്റ്, ഇവിടെ പ്രോഡക്റ്റ് എച്ച് പ്രോഡക്റ്റ്, എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ്. ഇത് ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആയിരിക്കും. ഇത് എൻഡോതെർമിക് റിയാക്ഷൻ. പഠിച്ചേക്ക്, ഇനിയും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ എ കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ എ ക്ലോസ്ഡ് ഇൻസുലേറ്റഡ് വെസൽ. ടു വിച്ച് ടൈപ്പ് ഓഫ് തെർമോഡൈനാമിക് സിസ്റ്റം ഡസ് ഇറ്റ് ബിലോങ്? ക്ലോസ്ഡ് ഇൻസുലേറ്റഡ് വെസലാണ്. ക്ലോസ്ഡ് ആണ്, ഇൻസുലേറ്റഡ് ആണ് അതിൻ്റെ വാള്. അപ്പോൾ ഹീറ്റ് ചേഞ്ച് ഇല്ല. അപ്പോൾ ഏതാ സിസ്റ്റം ഏതാണ്? ദെൻ എനർജിയും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, മാറ്ററും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്തായിരുന്നു? എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇനി അടുത്ത് 3 മോൾ ഓഫ് an ideal gas at 1 atmospheric pressure and 25 degrees Celsius expand isothermally in a reversible manner to twice its volume against an external pressure of 1 atm. Calculate the work done. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഐഡിയൽ ഗ്യാസ് ആണ്, എക്സ്പാൻഡ് ഐസോതെർമലി ഇൻ എ റിവേഴ്സിബിൾ മാനർ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും W ഈക്വൽ ടു വർക്കാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് -2.303 nRT ലോഗ് V2/V1. ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ -2.303 N എത്ര നമ്പർ ഓഫ് മോളാന്ന് പറഞ്ഞിട്ടുണ്ട്? എത്രയാണ്? 3 മോൾ ഓഫ് ഐഡിയൽ ഗ്യാസ് 3 8.314 ആറിൻ്റെ വില. ടെമ്പറേച്ചർ എത്രയാണ് പറഞ്ഞത്? ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് 298 കെൽവിൻ ലോഗ് ദെൻ ട്വൈസ് വോളിയാണ്. അപ്പോൾ 2V1/V1
സോ log 2 എന്ന് കിട്ടും. ഇനി നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ സ്പോണ്ടേനിയസ് പ്രോസസ് ഇസ് എൻ ഇറിവേഴ്സിബിൾ പ്രോസസ് and may only be reversed by some external agency. Decrease in entropy is the only criterion. Decrease in entropy is the only criterion for spontaneity. Do you agree with it? എങ്ങനെ പറയാൻ പറ്റാം? ഡിക്രീസ് ഇൻ എൻട്രോപ്പി ആണോ? അല്ല, എൻട്രോപ്പി ഡിക്രീസ്, എൻട്രോപ്പിയുടെ ഇൻക്രീസ് അല്ല, ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് പോസിറ്റീവ് ആവണം, അപ്പോഴേ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവുള്ളൂ. ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ എങ്ങനെ ആയിരിക്കും, ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡിക്രീസ് ഇൻ എൻതാൽപ്പി അത് മാത്രമാണോ സ്പോണ്ടേനിറ്റിക്കുള്ള കണ്ടീഷൻ? അല്ല, എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുന്നതും സ്പോണ്ടേനിറ്റിക്കുള്ള കണ്ടീഷൻ. ഇനി കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ഫോർ റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് 1 mole ഓഫ് an ideal gas at 27 degrees Celsius from a volume of 10 decimeter cube to 20 decimeter cube. നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത ഇക്വേഷൻ W is equal to minus 2.303 nRT log V2 by V1 തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അടുത്ത്, what is mean by Gibbs energy of a system? എന്താ ഗിബ്സ് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? എമൗണ്ട് ഓഫ് അവൈലബിൾ എനർജി ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു യൂസ്ഫുൾ വർക്ക്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ എഴുതാം, ദെൻ G is equal to H minus TS, then H minus TS, എന്നിട്ട് എഴുതാം G ഫ്രീ എനർജി, H എൻതാൽപ്പി, T ടെമ്പറേച്ചർ, S എൻട്രോപ്പി. അടുത്ത്, ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി ഓഫ് ദി സിസ്റ്റം. വീണ്ടും ഒന്നും കൂടി ഇങ്ങനെ എഴുതാം. ഇനി അടുത്ത്, വാട്ട് ഈസ് how it is useful for predicting feasibility of a reaction. Delta G നെഗറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ ഫീസിബിൾ ആയിരിക്കും. ഓക്കെ, ഡിഫൈൻ ലാറ്റിസ് എൻതാൽപ്പി. എന്താ അത്? ലാറ്റിസ് എൻതാൽപ്പി ഓഫ് an ionic solid is the amount of energy required to break 1 mole of an ionic solid into its constituent gaseous ions. അതാണത്. പിന്നെ ബോൺ-നേബർ സൈക്കിൾ നമ്മൾ നേരത്തെ പറഞ്ഞു, അത് വരയ്ക്കാനാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, what do you mean by isolated system? Give an example. എന്താ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? It cannot exchange matter or energy with the surrounding. പെർഫെക്റ്റ് തെർമോ ഫ്ലാസ്കിൽ ഹോട്ട് വാട്ടർ എടുത്താൽ അത് ഐസൊലേറ്റഡ് സിസ്റ്റം ആണ്. ദെൻ യൂണിവേഴ്സ് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണ്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി നേരത്തെ നമ്മൾ പറഞ്ഞാണ്. സ്റ്റേറ്റ് SS ലോ ഓഫ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് സമ്മേഷൻ പറഞ്ഞു. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഓഫ് എ റിയാക്ഷൻ 5. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ഡെൽറ്റ ജി? എങ്ങനെ ഡെൽറ്റ ജി കാണാം? ഡെൽറ്റ ജി is equal to minus 2.303 RT log K. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കെയുടെ പകരം 5 എന്ന് കൊടുത്താൽ ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, Q ആൻഡ് W ആർ നോട്ട് സ്റ്റേറ്റ് ഫംഗ്ഷൻ ബട്ട് Q പ്ലസ് W ഇസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. എന്താ കാരണം? എന്താ? Q പ്ലസ് W എന്ന് പറഞ്ഞാൽ ഡെൽറ്റ U ആണ്, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ആണ്, ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. അത് ദെൻ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്. അപ്പോൾ അതുകൊണ്ട് അത് സ്റ്റേറ്റ് ഫംഗ്ഷൻ. വാട്ട് ഡു യു മീൻ ബൈ സെയിങ് ദ പ്രഷർ ഈസ് ആൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി? പ്രഷർ എന്നുള്ള ക്വാണ്ടിറ്റി ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഒരു ക്ലോസ്ഡ് വെസൽ എടുത്താൽ അതിൽ എവിടെ നോക്കിയാലും പ്രഷർ സെയിം ആണ് ഒരു ഗിവൺ ഇതിൽ. ഇനി അടുത്ത്, അപ്പോൾ അതുകൊണ്ട് അതൊരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഇനി വാട്ട് ഇസ് ദ ഡിഫറൻസ് ഇൻ ഇൻറ്റേർണൽ എനർജി ഓഫ് എ സിസ്റ്റം ഇഫ് 100 kJ ഓഫ് ഹീറ്റ് ഈസ് റേഡിയേറ്റഡ് ഔട്ട്, പുറത്തേക്ക് കൊടുത്ത് 100 kJ വിത്തൗട്ട് ഡൂയിങ് എനി വർക്ക്, ഒരു വർക്കും ചെയ്യാതെ 100 kJ എനർജി പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്താൽ ഡെൽറ്റ യു ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് Q പ്ലസ് W. അപ്പോൾ Q ഇസ് ഈക്വൽ ടു എത്രയാണ്? പുറത്തേക്ക് കൊടുത്തു മൈനസ് 100 kJ പ്ലസ് വർക്ക് 0 ആണ്. സോ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു മൈനസ് 100 kJ. ഇതല്ലേ ആൻസർ വേണ്ടത്. എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞ്? ഇൻറ്റേർണൽ എനർജി ഓഫ് ദി സിസ്റ്റം ആണ് എത്ര വരിക എന്നുള്ളത്, മൈനസ് 100 kJ. ഓക്കെ, നമ്മൾ തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്റർ എളുപ്പമാണ്, ഫിസിക്കൽ കെമിസ്ട്രിയിലെ ചാപ്റ്ററാണ്, കുറേ പ്രോബ്ലംസ് ഒക്കെയാണ് ചോദിക്കാം. നിങ്ങൾ ചെയ്യാൻ പറ്റും, നന്നായിട്ട് മനസ്സിലാക്കിയാൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ തിയറി പാർട്ട് കാണാം. കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, നന്നായിട്ട് ചെയ്ത് നോക്കുക. ഞാൻ ലാസ്റ്റ് ആൻസർ പലപ്പോഴും എഴുതിയിട്ടില്ല, അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പ്രോബ്ലംസിനൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് കിട്ടും. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.